ഹായ് പ്രിയമുള്ളവരെ, മെഡിറ്റേറ്റീവ് മൈൻഡ് സെറ്റിനെ കുറിച്ചാണ് ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ലോ ഓഫ് മാനിഫെസ്റ്റേഷനും ലോ ഓഫ് അട്രാക്ഷനും എന്ത് തന്നെ ആണെങ്കിലും ശരി, അത് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റിംഗ് മെഡിറ്റേറ്റീവ് മൈൻഡ് സെറ്റിലോട്ട് പോകണം. മെഡിറ്റേറ്റീവ് മൈൻഡ് സെറ്റിലല്ല എങ്കിൽ നമ്മൾ എത്ര തന്നെ പരിശ്രമിച്ചാലും ശരി, ആ പരിശ്രമങ്ങളെല്ലാം പാഴായി പോകുമെന്നുള്ളതാണ്. പല ആളുകളുടെയും മാനസികാവസ്ഥ ഇന്ന് ഒരുപാട് ആശങ്കയിലാണ്. തൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കയാണ്, തൻ്റെ ഭാവിയെക്കുറിച്ച് ആശങ്കയാണ്, തനിക്ക് ആത്മവിശ്വാസമില്ല, തനിക്ക് കുടുംബത്തിൻ്റെ സപ്പോർട്ടില്ല, തനിക്ക് പണമില്ല, തനിക്ക് കോൺഫിഡൻസ് ഇല്ല. ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള മാനസികമായിട്ടുള്ള സംഘർഷാവസ്ഥയിലാണ് പലരുമുള്ളത്. ഈ ഒരു അവസ്ഥയിൽ ഒരിക്കലും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുകയില്ല എന്നുള്ളതാണ്. സോ മെഡിറ്റേറ്റീവ് മൈൻഡ് സെറ്റിലെത്തിയ ഒരു മനുഷ്യന് മാത്രമേ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുകയുള്ളൂ. എങ്ങനെ ആ ഒരു അവസ്ഥയിലോട്ട് പോവാം? അതായത് ശാന്തിയും സമാധാനവുമുള്ള ഒരു മാനസികാവസ്ഥ, അതുമല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തന്നെ എനർജി എടുത്ത് ഉപയോഗിക്കുവാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ. 3 സ്റ്റെപ്പുകളാണ് ഈ ഒരു മെഡിറ്റേറ്റീവ് മൈൻഡ് സെറ്റിലോട്ട് പോകുവാൻ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കുന്നത്. കൃത്യമായ രൂപത്തിൽ ഈ 3 ടെക്നിക്സുകൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കുന്നതിലോട്ട് മനസ്സിനെ പോക്കുവാനും നിങ്ങളെ എനർജി സേവ് ചെയ്യുവാനും സാധിക്കുമെന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യം ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മനസ്സ് ഡിസ്ട്രക്റ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ, ഒരുപാട് ചിന്തകളാൽ പ്രക്ഷുബ്ധമായി കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജിയൊക്കെ ഡ്രൈ ആയി പോകും. അതായത് ഒരുപാട് ആശങ്കകളും ഒരുപാട് ടെൻഷനുകളും ഒരുപാട് ഡിപ്രഷനുകളും ആകുലതകളും വ്യാകുലതകളും കൊണ്ട് നിറയുന്ന നിങ്ങളുടെ ബ്രെയിനിനെ കൊണ്ട് ഒരു കാര്യവും നേടിയെടുക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ്. എനർജി ഡ്രൈ ആണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ശ്രമിക്കുന്ന ഓരോ ശ്രമവും പാഴ്ശ്രമമാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു ഗുണവും നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ്. ഒരുപാട് ശ്രമിക്കും, ബട്ട് അതിനോട് റിസൾട്ട് കിട്ടില്ല എന്നുള്ളതാണ്. സോ എങ്ങനെ ഇതിൽ നിന്ന് മുക്തമായി നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് തന്നെ സേവ് ചെയ്തുകൊണ്ട് വളരെ പവർഫുള്ളായിട്ട് മെഡിറ്റേറ്റീവ് സ്റ്റേജിലോട്ട് പോവാം എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട 3 ടെക്നിക്സാണ്. ഒന്നാമത്തെ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് അവെയർ ആവുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഡിസ്ട്രക്റ്റീവ് തോട്ട്സാണ് വരുന്നതെങ്കിൽ, നിങ്ങളുടെ മാനസികാവസ്ഥ ഇപ്പോൾ വളരെ കൊളാപ്സ്ഡ് ആണെങ്കിൽ, അത്യധികം സംഘർഷഭരിതമാണെങ്കിൽ, ഈ ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ അവെയർ ആവുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത്. അതിനെക്കുറിച്ച് അവെയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണുകളടച്ച് സ്വയം നിങ്ങൾക്ക് തന്നെ പറയാം, നിങ്ങളുടെ മനസ്സിനോട് പറയാം, പോസ്, നിർത്തുക. പോസ് എന്ന് വളരെ ശക്തമായും വ്യക്തമായും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനോട് സ്വയം പറയാം. അതുമല്ലെങ്കിൽ ഒരു മൊബൈലോ അല്ലെങ്കിൽ നോട്ട്ബുക്കോ എടുത്തിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക, പോസ്, നിൽക്കട്ടെ, വെയിറ്റ് ചെയ്യൂ, 1 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. എല്ലാ ചിന്തകളോടും നമുക്ക് താൽക്കാലികമായിട്ട് പോസ് പറയുവാൻ സാധിക്കും. ഒരുപക്ഷെ ചിന്തകൾ കുത്തൊഴുകി ആധിക്യത്തോടുകൂടി വരികയാണെങ്കിലും അതിനോട് നമുക്ക് പറയാം, പോസ് എന്ന് പറയാം, അതിൽ എഴുതി വെക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ ടെക്നിക്സ്. രണ്ടാമത്തെ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ 3 സ്ട്രെങ്ത്തുകളെ കുറിച്ച് നിങ്ങൾ ഓർക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച കോംപ്ലിമെൻസിനെ കുറിച്ചും സ്ട്രെങ്ത്തിനെ കുറിച്ചും നിങ്ങൾ ഓർക്കുക എന്നുള്ളതാണ്. നാം പല വീഡിയോസിലും പറഞ്ഞാൽ നമ്മുടെ സ്ട്രെങ്ത്തിനെ കുറിച്ചുള്ള നമ്മുടെ ഓർമ്മ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഒരുപാട് പവർഫുള്ളായിട്ടുള്ള മോട്ടിവേഷൻ നൽകുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സുഖവും ഉണ്ടാവും ദുഃഖവും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ തന്നെ ജീവിതത്തിൽ നന്മയും ഉണ്ടാവും തിന്മയും ഉണ്ടാവും. ഒരാൾക്കും വാദിക്കാൻ കഴിയില്ല, ഞാൻ 100% ഒരു നല്ല ആളാണ്, എനിക്കിതുവരെ ഒരു തെറ്റും പറ്റിയിട്ടില്ല, എനിക്കിതുവരെ മോശമായ ഒരു കാര്യം ചിന്തിക്കാൻ തോന്നിയിട്ടില്ല എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ 100% ഉറപ്പിച്ചോളൂ, അദ്ദേഹം പറയുന്നത് കള്ളമാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. അതേപോലെ തന്നെ എല്ലാ രീതിയിലും മോശമായ ഒരാളും ഉണ്ടാവില്ല. നന്മയും തിന്മയും ഒരു മനുഷ്യൻ സ്വാഭാവികമായും വന്നു ഭവിക്കുമെന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയ കോംപ്ലിമെൻസുകൾ, നിങ്ങൾക്ക് കിട്ടിയ അപ്രിഷിയേഷൻസുകൾ, നിങ്ങളെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ, അത്തരത്തിലുള്ള വാക്കുകളും അത്തരത്തിലുള്ള അനുഭവങ്ങളും ഒക്കെ ഇത്തരത്തിൽ ഡിസ്ട്രക്റ്റീവായ തോട്ട്സുകൾ വരുമ്പോൾ നിങ്ങളിലോട്ട് തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവുകയും നിങ്ങളുടെ എനർജി പിടിച്ചു നിർത്തുവാനും ഡ്രൈ ആവാതെ സൂക്ഷിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രീത്തിലോട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ചിന്തകൾ മോശമായി കഴിയുമ്പോൾ, നമ്മുടെ ചിന്തകൾ ഡിസ്ട്രക്റ്റീവ് ആകുമ്പോൾ, നമ്മുടെ എനർജി ലോ ആകുമ്പോൾ, ഡ്രൈ ആകുമ്പോൾ നമ്മുടെ ബ്രീത്തിൻ്റെയും ഫ്രീക്വൻസി വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബ്രീത്തിലോട് ശ്രദ്ധിക്കുകയാണെങ്കിൽ, പരമമായി ശ്രദ്ധിക്കുകയാണെങ്കിൽ, ബ്രീത്തിലോട് ശ്രദ്ധിച്ചുകൊണ്ട് ബ്രീത്ത് എടുക്കുകയും വിടുകയും ചെയ്യുക എന്ന് മാത്രമല്ല, ബ്രീത്ത് എടുക്കുമ്പോൾ ഞാൻ ശാന്തനാണോ, ഞാൻ സ്വസ്ഥനാണോ എന്ന് സ്വയം ചോദിക്കുകയും, അല്ലെങ്കിൽ ഞാൻ സ്വസ്ഥനായിക്കൊണ്ടിരിക്കുന്നു എന്ന് ബ്രീത്തിലൂടെ പറയുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്തെല്ലാത്തൊരു പീസ്നെസ്, അല്ലെങ്കിൽ ഒരു സമാധാനം ലഭിക്കുമെന്നുള്ളതാണ്. സോ എപ്പോഴും
എപ്പോഴും ഓർക്കേണ്ടത് ഇന്നിമിഷം മുതൽ ചിന്തിക്കുക. നിങ്ങൾ ഡിസ്ട്രക്റ്റീവായുള്ള തോട്ട്സ് ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരും. അത് ഒഴിവാക്കുക എന്ന് പറയാൻ നിർവാഹമില്ല, നടക്കില്ല. നിങ്ങളുടെ സുഹൃത്തുക്കൾ മരിക്കും, നിങ്ങൾ മരിക്കും, നിങ്ങളുടെ മാതാപിതാക്കൾ മരിക്കും, നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിക്കും. അത് ഒഴിവാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യത്തെക്കുറിച്ച് ഓർത്ത് ഡിസ്ട്രക്റ്റീവായി നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അത് വേസ്റ്റ് ആണെന്ന് മാത്രമല്ല, ഒരടി മുന്നോട്ട് പോകുവാൻ, പോസിറ്റീവായ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ, നിങ്ങൾക്ക് ഏതെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ നേടിയെടുക്കുവാൻ നിങ്ങളുടെ ബ്രെയിനിൽ പിന്നെ എനർജി ഉണ്ടാവുകയില്ല എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ഇന്നിമിഷം മുതൽ ചിന്തിക്കുക, ഇനി മുതൽ ഞാൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കണോ, അതല്ലെങ്കിൽ ഒരിക്കലും ഇനി ഞാൻ നെഗറ്റീവായ കാര്യം ചിന്തിക്കുകയില്ല, അത്തരത്തിലോട്ട് എൻ്റെ മനസ്സ് പോവുകയില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ ഈ 3 ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ മനസ്സിന് ശാന്തമായ അവസ്ഥയിലോട്ട് പോകും. ഒന്നുകൂടി ഓർക്കുക, ജീവിതം വളരെ ഷോർട്ടാണ്. ദെൻ നിങ്ങൾ ടെൻഷൻ അടിച്ചും പ്രശ്നപ്പെട്ടും പ്രയാസപ്പെട്ടും ഒരിക്കലും അതിനെ വീണ്ടും ഷോർട്ടാക്കാണ്ടിരിക്കുക. എല്ലാം ടെമ്പററിയാണ്. മേഘം എന്ന് കഴിഞ്ഞാൽ അത് അല്പം കഴിഞ്ഞാൽ നീങ്ങിപ്പോവും. ഏത് സംഭവമാണെങ്കിലും അത് അല്പം കഴിഞ്ഞാൽ പോവും. ഏത് നിമിഷവും കടന്നു പോവും. ഒരിക്കലും ഒരു നിമിഷവും സ്ഥിരമായി നിൽക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് നേടി എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സ് മെഡിറ്റേറ്റീവ് മൈൻഡ് സെറ്റിലോട്ട് പോകണം. ഈ മെഡിറ്റേറ്റീവ് മൈൻഡ് സെറ്റിലോട്ട് പോകാൻ ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി റീക്യാപ്പ് ചെയ്യുന്നു. ദെൻ 1 അതിനോട് പോസ് പറയുക, 2 നിങ്ങളുടെ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ കോംപ്ലിമെൻസിനെയും കുറിച്ച് ഓർക്കുക, 3 ബ്രീത്തിലോട് ശ്രദ്ധിക്കുക. ദെൻ ഈ 3 ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കുക. ശാന്തമായ മനസ്സുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുകയുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഫുൾ ഡ്രൈ ആണെങ്കിൽ, ഫുൾ എനർജി എംറ്റി ആണെങ്കിൽ ഒരിക്കലും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യില്ല. പല ക്ലാസ്സിലും പങ്കെടുത്തു, പക്ഷേ വർക്ക് ചെയ്യുന്നില്ല. ദെൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഒരു ഇൻഫർമേഷൻ പരമാവധി ആളുകളിലേക്ക് എത്തിക്കണമെന്ന് പ്രിയമുള്ള സുഹൃത്തുക്കളോട് അപേക്ഷിച്ചുകൊണ്ട് ഇതുവരെ വാച്ച് ചെയ്ത മുഴുവൻ ആളുകൾക്കും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും നന്ദി അറിയിക്കുന്നു. താങ്ക് യു.